എല്ലാവർക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ OTT റിലീസുകൾ ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. ആദ്യത്തേത് ഒരു മലയാളം മൂവിയാണ്, നേരറിയും നേരത്ത്. അഭിരാം രാധാകൃഷ്ണനെ കേന്ദ്ര കഥാപാത്രമാക്കി രഞ്ജിത്ത് വേണുഗോപാൽ സംവിധാനം ചെയ്തൊരു റൊമാൻസ് മൂവിയാണ് നേരറിയും നേരത്ത്. ഈ മൂവി മനോരമ മാക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഹിന്ദി സീരീസാണ് ദി ഫാമിലി മാൻ സീസൺ 3. മനോജ് ബാജ്പേയി, പ്രിയാമണി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രാജ് NDK രചനയും സംവിധാനവും നിർവഹിച്ചൊരു ആക്ഷൻ ത്രില്ലർ സീരീസാണ് ഫാമിലി മാൻ സീസൺ 3. സീസൺ 2 റിലീസിന് ശേഷം പ്രേക്ഷകരുടെ നീണ്ട വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് സീസൺ 3 റിലീസിനെത്തുന്നത്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ നവംബർ 21 മുതൽ ഈ സീരീസ് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഇംഗ്ലീഷ് ആനിമേറ്റഡ് മൂവിയാണ് ഇൻ യുവർ ഡ്രീംസ്. ഒരു അമേരിക്കൻ ആനിമേറ്റഡ് അഡ്വഞ്ചർ ഫാന്റസി കോമഡി ചിത്രമാണ് ഇൻ യുവർ ഡ്രീംസ്. നവംബർ 14 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യും. മൂവി കരം. നോബിൾ ബാബു തോമസിനെ കേന്ദ്ര കഥാപാത്രമാക്കി വിശാഖ് സുബ്രഹ്മണ്യം, വിനീത് ശ്രീനിവാസൻ എന്നിവ നിർമ്മിച്ച് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്തൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് കരം. മനോരമ മാക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. നവംബർ 7 മുതൽ ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് നിശാൻജി. വേദിക പിന്റോ, വിനീത് കുമാർ സിംഗ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അനുരാഗ് കശ്യപ് സംവിധാനം ചെയ്ത ക്രൈം ഡ്രാമ ഫിലിമാണ് നിശാൻജി. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഹിന്ദി മൂവിയാണ് ജോളി LLB 3. അക്ഷയ് കപൂറിനെ കേന്ദ്ര കഥാപാത്രമാക്കി സുഭാഷ് കപൂർ സംവിധാനം ചെയ്തൊരു ലീഗൽ കോമഡി ഡ്രാമ ഫിലിമാണ് ജോളി LLB. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം നവംബർ 14 നെറ്റ്ഫ്ലിക്സിലൂടെയും ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയും OTTയിൽ റിലീസ് ചെയ്യും. അടുത്തതൊരു മലയാളം മൂവിയാണ് വള. ധ്യാൻ ശ്രീനിവാസൻ, ലുക്മാൻ, വിജയരാഘവൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഹർഷാദ് രചനയും മൊഹഷിൻ സംവിധാനവും ചെയ്ത ഒരു കോമഡി മൂവിയാണ് വള. ഈ മൂവിയുടെ OTT റൈറ്റ്സ് മനോരമ മാക്സ് അല്ലെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നവംബർ മാസം റിലീസ് ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മൂവി തലവര. അർജുൻ അശോകൻ, രേവതി ശർമ്മ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അഖിൽ അനിൽകുമാർ രചനയും സംവിധാനവും നിർവഹിച്ചൊരു സിനിമയാണ് തലവര. ആമസോൺ പ്രൈമിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മലയാളം മൂവി ദി പെറ്റ് ഡിറ്റക്റ്റീവ്. ഷറഫുദ്ദീൻ, അനുപമ പരമേശ്വരൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രണീഷ് വിജയൻ രചനയും സംവിധാനം നിർവഹിച്ചൊരു കോമഡി മൂവിയാണ് ദി പെറ്റ് ഡിറ്റക്റ്റീവ്. നല്ല രീതിയിൽ കളക്ഷൻ നേടി മുന്നേറുന്ന സിനിമയുടെ OTT റൈറ്റ്സ് ജിയോ ഹോട്ട്സ്റ്റാർ അല്ലെങ്കിൽ ആമസോൺ പ്രൈം വീഡിയോ സ്വന്തമാക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂവി ഡിസംബറോടെ OTTയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തത് ഒരു മലയാളം സീരീസാണ് കപ്ലിംഗ്. സർജാനോ, ഖാലിദ്, ശ്രീനാഥ് ബാബു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ പ്രമോദ് മോഹൻ സംവിധാനം ചെയ്തൊരു റൊമാൻറ്റിക് വെബ് സീരീസാണ് കപ്ലിംഗ്. മനോരമ മാക്സിലൂടെ നവംബർ 14 മുതൽ ഈ സീരീസ് റിലീസ് ചെയ്യും. അടുത്തതൊരു തമിഴ് മൂവിയാണ് ഡ്യൂട്ട്. ഒരു റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് ഡ്യൂട്ട്. കീർത്തീശ്വരൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ പ്രദീപ് രംഗനാഥൻ, മമിത ബൈജു എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഇതിന്റെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും നവംബർ 14 റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മലയാളം മൂവി ബാൾട്ടി. ഷെയ്ം നിഗത്തിനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ഉണ്ണി ശിവലിംഗം രചനയും സംവിധാനം നിർവഹിച്ചൊരു സ്പോർട്സ് ആക്ഷൻ ചിത്രമാണ് ബാൾട്ടി. ഈ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ചിത്രം നവംബർ മാസം റിലീസിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു വെബ് സീരീസാണ് ഡൽഹി ക്രൈം സീസൺ 3. ഡൽഹി ക്രൈമിന്റെ സീസൺ 1, 2 എന്നിവ വൻ വിജയമായിരുന്നു. അതിനെ തുടർന്നാണ് മൂന്നാമത്തെ സീസണും എത്തുന്നത്. നെറ്റ്ഫ്ലിക്സിലൂടെ നവംബർ 13 OTTയിൽ റിലീസ് ചെയ്യും. അടുത്തത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ഫ്രാങ്കൻസ്റ്റൈൻ. ഒരു അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ഹൊറർ മൂവിയാണ് ഫ്രാങ്കൻസ്റ്റൈൻ. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. നവംബർ 7 മുതൽ ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് സണ്ണി, സാൻസ്കാരിക്ക്, തുളസികുമാരി. വരുൺ ധവാൻ, ജാൻവി കപൂർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ശശാങ്ക് ഗൈത്താൻ രചനയും സംവിധാനം നിർവഹിച്ചൊരു റൊമാൻറ്റിക് കോമഡി മൂവിയാണ് സണ്ണി, സാൻസ്കാരിക്ക്, തുളസികുമാരി. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. നവംബർ 27 മുതൽ ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് പാതിരാത്രി. സൗബിൻ ഷാഹിർ, നവ്യ നായർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രത്തീന രചനയും സംവിധാനം നിർവഹിച്ചൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് പാതിരാത്രി. ഈ മൂവിയുടെ OTT റൈറ്റ്സ് ജിയോ ഹോട്ട്സ്റ്റാർ അല്ലെങ്കിൽ മനോരമ മാക്സ് സ്വന്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അങ്ങനെയാണെങ്കിൽ മൂവി നവംബർ മാസം പകുതിയോടെ OTTയിൽ റിലീസ് ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അടുത്ത മൂവി ബാന്ദ്ര. ഉദയകൃഷ്ണൻ രചനയിൽ അരുൺ ഗോപി സംവിധാനം ചെയ്ത് ദിലീപ്, തമന്ന ഭാട്ടിയ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ബാന്ദ്ര. 2023 റിലീസായ ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോസ് ആണ്. നവംബർ മാസം ആദ്യവാരം OTTയിൽ റിലീസ് ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. അടുത്ത മലയാളം മൂവിയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. കല്യാണി പ്രിയദർശൻ, നസ്ലിൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ദുൽഖർ സൽമാൻ ബാനറായ വേഫർ ഫിലിംസ് നിർമ്മിച്ച് ഡൊമിനിക് കരുൺ സംവിധാനം ചെയ്ത ഒരു സൂപ്പർ ഹീറോ ചിത്രമാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു കന്നഡ സീരീസാണ് മാരിഗല്ലു. ഒരു സൂപ്പർ നാച്ചുറൽ മിസ്റ്ററി സസ്പെൻസ് ത്രില്ലർ സീരീസാണ് മാരിഗല്ലു. C5ലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് ഒരു തമിഴ് സീരീസാണ് ദ മദ്രാസ് മിസ്റ്ററി. നസ്രിയ, നാസിം, നാസർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സൂര്യപ്രതാപ് സംവിധാനം ചെയ്തൊരു ത്രില്ലർ സീരീസാണ് ദ മദ്രാസ് മിസ്റ്ററി. സോണി ലിവിലൂടെ നവംബർ 6 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തതൊരു തമിഴ് മൂവിയാണ് മറിയ. സായ് ശ്രീ പ്രഭാകരനെ കേന്ദ്ര കഥാപാത്രമാക്കി ഹരി കെ സുധൻ സംവിധാനം ചെയ്തൊരു ത്രില്ലർ മൂവിയാണ് മറിയ.
സിംപ്ലി സൗത്തിലൂടെ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മൂവി കാന്താര ചാപ്റ്റർ 1. ഋഷഭ് ഷെട്ടി രചനയും സംവിധാനം ചെയ്ത് ഋഷഭ് ഷെട്ടി, ജയറാം എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു ഇതിഹാസ കാലഘട്ടത്തിലെ പുരാണ ആക്ഷൻ ഡ്രാമ ചിത്രമാണ് കാന്താര ചാപ്റ്റർ 1. 105 കോടിക്ക് ആമസോൺ പ്രൈം ഇതിന്റെ OTT റൈറ്റ് സ്വന്തമാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മൂവി ബസൂക്ക. മമ്മൂട്ടി, ഗൗതം മേനോൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഡിനോ ഡെന്നിസ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് ബസൂക്ക. ഇതൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. C5 ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒരുപാട് നാളായി പ്രേക്ഷകർ ബസൂക്കയുടെ റിലീസിന് വേണ്ടി അക്ഷരമരെ കാത്തിരിക്കുന്നത്. ബസൂക്കയുടെ റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. സർപ്രൈസായി റിലീസ് ഉണ്ടാവുമെന്നാണ് പുതിയ റിപ്പോർട്ട്. ഇതൊരു ഹിന്ദി മൂവിയാണ്. ബാരാമുള്ള, മാനവ് കോൾ, ഭാഷ അസംബ്ലി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി. ആദിത്യ സുഹാസ് ജാംബലെ സംവിധാനം ചെയ്തൊരു സൂപ്പർ നാച്ചുറൽ ഹൊറർ മൂവിയാണ് ബാരാമുള്ള. നെറ്റ്ഫ്ലിക്സിലൂടെ നവംബർ 7 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തതൊരു തമിഴ് സീരീസാണ് ലെഗസി. R മാധവൻ, നിമിഷ സജയൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ചാരുകേഷ് ശേഖർ സംവിധാനം ചെയ്തൊരു ക്രൈം ഡ്രാമ സീരീസാണ് ലെഗസി. നെറ്റ്ഫ്ലിക്സിലൂടെ 2026 റിലീസ് ഉണ്ടാവുന്ന റിപ്പോർട്ടുകൾ മാത്രമാണ് പുറത്തുവന്നിരിക്കുന്നത്. ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ദി ഹോം. ജെയിംസ് ഡിമോനാക്കോ സംവിധാനം ചെയ്തൊരു അമേരിക്കൻ സൈക്കോളജിക്കൽ ഹൊറർ ചിത്രമാണ് ദി ഹോം. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവികൾ ഏതെല്ലാമെന്ന് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.